കിട്ടിയോ? എവരിത്തിങ് ഓക്കെ. ഇതെന്നതാ എയർ ബാഗിലൊക്കെ? അത് ഒരു ഫേമസ് പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ ഗുമസ്തൻ ഫിഷ്, പച്ചക്കറി തുടങ്ങിയ ഐറ്റംസ് പബ്ലിക്കായി വാങ്ങിച്ചോണ്ട് വരുന്നത് സ്റ്റാറിന്റെ സ്റ്റാറ്റസിന് ഇൻഡീസിന്റെ ഒരു ബിഹേവിയർ ആണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് ഒരു എയർ ബാഗ് വാങ്ങി ഇതിനകത്ത് പാക്ക് ചെയ്തു. എയർ ബാഗിന്റെ വില 225 രൂപ 95 പൈസ. ഇതാ ബില്ല്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇനിയും വേറെ വല്ല ആവശ്യത്തിന് ഉപയോഗിക്കാലോ. എന്നതാടോ ഒന്ന് ലാത്തി അടിക്കുന്നേ? സാർ, പച്ചക്കറി ഫിഷ് ഐറ്റംസ്. ആ പീതാംബരം കൊലക്കേസിന്റെ സാക്ഷികളോട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? അവരിന്ന് ലാൻഡ് ചെയ്യും സാർ. എന്നതാടോ ലാൻഡ് ചെയ്യാൻ? അവരെന്നെ മുണ്ടക്കയത്തുനിന്ന് ഫ്ലൈറ്റിലാണോ ഇങ്ങോട്ട് വരുന്നേ? ദേ, അവന്മാരെയൊക്കെ ശരിക്ക് പറഞ്ഞു പഠിപ്പിച്ചോണം. കോടതി വന്ന അബദ്ധങ്ങളൊന്നും വിളമ്പിയേക്കരുത്. സാർ, പീതാംബരനെയും പറഞ്ഞു പഠിപ്പിക്കണോ? അല്ല, പീതാംബരന്റെ അച്ഛനെ. എടോ, പീതാംബരനല്ലേ കൊല ചെയ്യപ്പെട്ടത്? ഓ, ഐ റെക്കമെൻഡ്. ഞാൻ ഓർക്കുന്നു. കണ്ടമാനം കേസുകൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ആയതാ. സോറി സാർ. മതി മതി, താനേ പച്ച മലയാളത്തിൽ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. ശരി. ആ, പിന്നെ ആ ഗോമതിമ്മ പറഞ്ഞ ക്ലൈന്റ് വരും. വന്നാ അവിടെ ഇരിക്കാൻ പറയണം. സാർ, ആ തിരുനെല്ലി റൈപ്പ് കേസിലെ ക്ലൈന്റ് ആണോ? അതേടോ. എന്റെ കർത്താവേ, ഒരു അഡ്വക്കേറ്റിന് ഇങ്ങനെ ഒരു ഗുമസ്തനെ ഒത്തു കിട്ടില്ല. വേറെ ഏത് ഗുമസ്തനെ കിട്ടും ഇങ്ങനെ മീനും ഇറച്ചിയൊക്കെ വാങ്ങി? എന്നെ വിളിച്ചായിരുന്നാ? ഇതിപ്പോ നല്ല കഥയായി. വളരെ ആളെ വിളിച്ചു വരുത്തിട്ട്. സാറ് പറഞ്ഞ തിരുനെല്ലി റൈപ്പ് കേസിലെ ക്ലൈന്റ് ഇതായിരുന്നു. ഫേസ്വാരി കണ്ടിട്ട് ദാറ്റ് ഈസ് കറക്റ്റ്. എക്സ്ക്യൂസ് മീ, മാഡം പറഞ്ഞിട്ട് വന്നല്ലേ? അതെ. ടേക്ക് യുവർ സീറ്റ്. സാറ് പോരും. മാനസികമായും ശാരീരികമായും വളരെയധികം പീഡനങ്ങൾ അനുഭവിച്ചു അല്ലേ? എങ്ങനെയാണ് സംഭവം നടന്നത്? ആക്ച്വലി വാട്ട് ഹാപ്പൻ? കുട്ടിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണമെന്നില്ല. എങ്കിലും കുട്ടിയുടെ അപ്പോഴത്തെ മെന്റൽ ഡിസ്കഷൻ, അതായത് മാനസികാവസ്ഥ എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. വിടരാൻ വിതിമ്പി നിൽക്കുന്ന ഈ പനിനീർ പുഷ്പത്തെ ഒരു ലോഡ് കശ്മലന്മാർ പിച്ച് ചീന്തി തിന്നുകയെന്ന് വെച്ചാൽ അൺസൈക്കബിൾ. അനാവശ്യം പറയരുത്. ഞാൻ ആരെന്നാ താൻ വിചാരിച്ചത്? എനിക്കറിയാം. ഇതുപോലെ എത്ര തിരുനെല്ലി കണ്ടവനാണ് ഞാൻ. ഗുമസ്തനോടും കമ്പൗണ്ടറോടും കള്ളം പറയാൻ പാടില്ല എന്ന ചൊല്ല്. സത്യം പറ, ശരിക്കും അവർ എത്ര പേരുണ്ടായിരുന്നു? ഹൗ മച്ച് മെമ്പേഴ്സ്? ആദ്യം അവരെന്താ ചെയ്തേ? ഇതാ ചെയ്തു. അപ്പൊ ഇത് തിരുനെല്ലി അല്ലേ? ഗുരുവായൂരപ്പാ, എന്നോട് ക്ഷമിക്കണം ചേച്ചി. അയാൾ സാറിന്റെ ഗുമസ്തനാണെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ടാ ഇവിടെ ആര് വന്നാലും കേസും കോടതിയുമായി ബന്ധപ്പെട്ടവരാണ് അയാളുടെ വിചാരം. നീ ഇതൊക്കെ ഒന്ന് ശരിയാക്ക്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി ചേച്ചി. സാറിന് കോടതി പോകാൻ സമയമായി. ഓഹോ, സർവന്റ് ആണല്ലേ? കിച്ചൻ കേള്. മട്ടും പാവം കണ്ടാ തോന്നും ഏതാണ്ട് IAS-കാരിയാണെന്ന്. എന്താ IAS-കാർക്ക് മാത്രമേ വൃത്തി നടക്കാൻ പാടുള്ളൂ? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ഇത് എന്റെ വർക്ക് ഏരിയ. ഓഹോ, ഞാൻ വിചാരിച്ചത് ഓപ്പറേഷൻ തിയേറ്റർ ആണെന്ന്. കഴുത്തില് കർട്ടനും ഹാൻഡില് കയറിട്ട്. നീ ഇത് എവിടേക്കാ പോണേ? ചന്ദ്രനിലേക്കാ? തന്നെ പോലുള്ള കൺട്രികൾക്ക് അങ്ങനെ തോന്നൂ. ഇതേ മോഡേൺ സ്റ്റൈലാ. ദാറ്റ് മീൻസ് വെസ്റ്റേൺ സ്റ്റൈൽ. അതെയോ? ഇത് വില കൊടുത്ത് വാങ്ങിച്ച മീനാ. വെസ്റ്റേൺ സ്റ്റൈലിൽ കുക്ക് ചെയ്ത് മനുഷ്യന് വായയിൽ വെക്കാൻ പറ്റാത്ത രീതിയിൽ മേക്ക് ചെയ്താൽ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഐ വിൽ ഡിസ്പെസ് യു. അതായത് ഇന്ന് എന്നോട് കെട്ടിക്കുന്നു. യു നോ? ഐ നോ, ബട്ട് വൺ ഹംബിൾ റിക്വസ്റ്റ്. യു നെവർ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. തന്റെ ബട്ട്ലർ ഇംഗ്ലീഷ് ഒന്നും ഇവിടെ വേണ്ടെന്ന്. താൻ ആരെ എന്നെ ഇവിടുന്ന് കെട്ടിക്കാൻ? എന്റെ തനി സ്വരൂപം താൻ കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. പ്ലീസ്. താൻ എന്താ പറഞ്ഞ? അല്ല, ഞാനേ എനിക്ക് കുട്ടിയുടെ ഗഡ്സ് കാണാൻ കഴിഞ്ഞു എന്ന് പറയായിരുന്നു. ഇത്രയും സ്മാർട്ട് ആയ മോഡേൺ സർവൻസിനെയാണ് നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യം. ഈ നിമിഷം മുതൽ നാം കോ വർക്കേഴ്സ് ആണ്. കുട്ടിക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ വർക്ക് ചെയ്യാം. എന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. ഇന്നു മുതൽ നാം ഒന്ന്, നമുക്കൊന്ന്. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. അടക്കള യൂണിയൻ സിന്ദാബാദ്, ഗുമസ്ത യൂണിയൻ സിന്ദാബാദ്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എവിടെയുണ്ടോ മാരെ? മേലെ റൂമിലുണ്ട് സാർ. കമാ. ഇവരാണ് സാർ. ഓഹോ, എന്താടാ ഇത്? TVCL പേരും പറഞ്ഞ് ഹോട്ടൽ റൂം എടുത്തിട്ട് ബില്ലും കൊടുക്കായിരുന്നു ചീട്ട് കളിക്കുന്നു. കാശ് വെച്ചാണോ അവിടെ കളി? അല്ല സാർ. ആരാടാ എന്റെ പ്രൊഡ്യൂസർ? പ്രേംകാന്തിയാണ് സാർ. പ്രേംകാന്തി? വേറെ പേരൊന്നും കിട്ടിയില്ല. എവിടെ അവൻ? ഉറക്കമാണ് സാർ. ഇപ്പൊ വിളിക്കാം. വിളിക്കടാ. പ്രേംകാന്തി സാർ, പ്രേംകാന്തി സാർ, പ്രേംകാന്തി സാർ. നെക്സ്റ്റ് ഷോട്ട്. മാറിയേക്കാം. നീയാണോടാ എന്റെ പ്രൊഡ്യൂസർ? പ്രൊഡ്യൂസർ മാത്രമല്ല, ഡയറക്ടറും കൂടിയാ. ഹോട്ടൽ റൂം എടുത്തിട്ട് പൈസയും കൊടുക്കാതെ AC ഇട്ട് സുഖിക്കുവാണ് അല്ലടാ? സത്യമായിട്ടും സുഖിക്കായിരുന്നില്ല സാർ. മാനസികമായും ശാരീരികമായും തളർന്നു കിടന്ന് ഉറങ്ങിപ്പോയതാ. 2 ദിവസമായിട്ട് ഇതിനകത്ത് പൂട്ടിയിട്ടിരിക്കുക സാർ. എന്താ കാര്യം? കുറച്ച് ക്യാഷ് പ്രോബ്ലംസ്.
എത്ര രൂപയാടാ കൊടുക്കാനുള്ളത്? വെറും 10,000 രൂപ. only 10,000 baht. 10,000 bucks ഇല്ലടാ റാസ്കിൽ. ചുമ്മാ ചുറ്റിക്കളിയായിട്ട് നടക്കുവാണല്ലേ? ഇടിച്ച് നിന്റെ സിലിണ്ടർ ഞാൻ ഇളക്കും. നടക്കടാ സ്റ്റേഷനിലേക്ക്. സാർ ഞാൻ മറ്റേ നടക്കടാ. സാർ ഞാൻ വാടാ ഇങ്ങോട്ട്. ആ, നിങ്ങൾ ഇവന്മാരെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഒരു ടാക്സി പിടിച്ച് സ്റ്റേഷനിലേക്ക് വന്നേ. സാർ ഇവനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. എനിക്കിവനെ ഇത്തിരി ആവശ്യമുണ്ട്. നടക്കടാ. സാർ ഞാൻ വാടാ. ജീവനോടുണ്ടെങ്കിൽ ഇനിയും കാണാം. എടാ, നിന്നെ അവിടെ നിന്ന് ഊരിയെടുക്കാൻ ഞാൻ ഇത്ര ഭംഗിയായി അഭിനയിച്ചിട്ടും നിനക്കതൊന്നും മനസ്സിലായില്ലെങ്കിൽ പിന്നെ നീയൊക്കെ എന്തിനാടാ ഡയറക്ടറാണെന്നും പറഞ്ഞ് മറ്റുള്ളവരെ അഭിനയം പഠിപ്പിക്കാൻ നടക്കുന്നത്? എന്നാൽ ഇത്രയ്ക്ക് വേണ്ടായിരുന്നു വേണോട്ടാ. അന്നേരം ശരിക്കും ഞാൻ വരണ്ട മുള്ളി പോയി. അല്ലേലും ഈ കാക്കിക്കകത്ത് കയറിയ പിന്നെ സ്വന്തം അപ്പനെയും അമ്മയും പോലും തിരിച്ചറിയത്തില്ല എന്ന് പറയുന്നത് എത്ര ശരിയാ. എന്താടാ അപ്പനും അമ്മയ്ക്ക് ഇത്രയും ഫോഴ്സ്? ഞാൻ ജനറൽ അപ്പനമ്മയെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. നീ സണ്ണിയുടെ അനിയനായി പോയി. അല്ലെങ്കിൽ ഞാൻ ഓ കർത്താവേ. വാടാ. അങ്ങോട്ടോ? കേറി ഇരിക്കടാ. ഞാനോ? കേറി ഇരിക്കടാ ഇങ്ങോട്ട്. വേണു കേട്ടോ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ക്യാമറയും സാധനങ്ങളും ആ ഹോട്ടൽ ഉടമ പിടിച്ചു വെച്ചിരിക്കുക. മണിക്കൂർ കണക്കിന് അതിന് വാടക കൂടിക്കൊണ്ടിരിക്കണേ. ഇപ്പൊ തന്നെ ഒരു 10,000-12,000 രൂപയെങ്കിലും ആയി കാണും. ആ ക്യാമറ വിട്ടുതരാൻ ഹോട്ടൽ ഉടമയോട് ഒന്ന് വിളിച്ചു പറയൂ. അല്ലെങ്കിൽ വേണോട്ടം കുറച്ച് കാശൊന്ന് റോൾ ചെയ്ത് തന്നാൽ മതി. ഞാൻ പലിശ സഹിതം തിരിച്ചു തന്നോളാം കൈ കിട്ടുമ്പോ. കൊച്ചു കഴിവേറി ചെക്കർക്ക് ടിക്കറ്റ് എഴുതാവറ. എന്റെ പൊന്നുമോൻ ചെന്ന് വേറെ എവിടുന്നെങ്കിലും കാശുണ്ടാക്കിയിട്ട് ക്യാമറ കൊണ്ട് പോയാൽ മതി. കാശുണ്ടാക്കാൻ ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു എളുപ്പവഴിയും കാണുന്നില്ല. നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. ഒറ്റ വഴിയുള്ളൂ. എന്ത് വഴി? നേരെ ചെന്ന് നിന്റെ ചേട്ടന്റെ കാലേ വീഴുക. ഓ, ഞാൻ സണ്ണിച്ചായനോട് ചോദിച്ച തരത്തില്ലെന്നേ. വേണോട്ടൻ എനിക്ക് വേണ്ടി ഒന്ന് ചോദിക്കാവോ? ചോദിക്കാവല്ലോ. പക്ഷെ ഇതല്ല. പിന്നെന്നതാ? ആ കൊലയിൽ എങ്ങനെ ഇങ്ങനെ ഒരു പേടുണ്ടായിന്ന്? ആ, വളക്കുറവുണ്ടായിരിക്കും. നീ വല്ലതും പറഞ്ഞായിരുന്നു? ഓ, ഒരു ആത്മകഥ അറിയാതെ പുറത്താടിയതാ. നീ ആ കുഞ്ഞുകുട്ടിച്ചായന്റെ മോൻ തന്നെ. കള്ളൻ. കൂടുതൽ ക്ലോസ് ആവല്ലേ? നിർത്തി. ഉം.